ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേഷനറി കൊണ്ടൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. റേഷനറി കൊണ്ടൊരു ലഡ്ഡു ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിനായി ഞാനിവിടെ 1 കപ്പ് റേഷനറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതുപോലുള്ള കറുത്ത അരികളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാൻ വെക്കാം. ഞാനിവിടെ വെള്ള അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ചുമപ്പല്ല, വെള്ള റേഷനരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ അരി നന്നായി കുതിർന്നിട്ടുണ്ട്. ഞാനിത് 2 വെള്ളത്തിൽ കഴുകിയിട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് 2 സെറ്റായിട്ട് ഇടാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് അതിലിപ്പോൾ പൊടിയില്ല. അതായത് ഇപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാനിൽ 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത അരിയില്ല, അത് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് തീയാവരുത്. 10-12 മിനിറ്റ് നമുക്കിത് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. അരിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് റവയാണ്. 2 സ്പൂൺ റവയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഇട്ട് ഒരു 5 മിനിറ്റും കൂടി ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത് വരുമ്പോൾ ഇത് മിക്സിയിലിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. ഒരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് വീണ്ടും പാനിലേക്ക് മാറ്റാം. 1 സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആ അരി ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വന്നാൽ മതി. ഇനി നമ്മൾ കൂടുതൽ വറുക്കുകയൊന്നും വേണ്ട. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ചേർക്കാം. പിന്നെ ഞാൻ ഏലക്കായ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ഏലക്കായ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഏലക്കായയും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നട്ട്സ് ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. ഇപ്പോൾ നല്ല മധുരം ഉണ്ടാവും കേട്ടോ നമ്മളുടെ ലഡുവിന്. അപ്പം മധുരം അധികം വേണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ ചൂടാവാൻ നിൽക്കരുത്, കാരണം പഞ്ചസാര അലിയാൻ തുടങ്ങും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തത് പാലാണ് കേട്ടോ. പാലിൽ കളർ മിക്സ് ചെയ്തതാണ്, തിളപ്പിച്ചാറ്റിയ പാലിൽ കളർ മിക്സ് ചെയ്തതാണ്. ഇപ്പോൾ ടോട്ടൽ ഞാൻ 5 സ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ എല്ലാ പാലും ചേർക്കുന്നതിന് പകരം ഓരോ സ്പൂണായിട്ട് ഒഴിച്ച് കറക്റ്റ് പരുവത്തിനാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ പിടിച്ച് ലഡു ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഈ കളറിന് പകരം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കളർ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തില്ലെങ്കിൽ നമുക്ക് നല്ല വെള്ള ലഡു തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു അപ്പിയറൻസിന് വേണ്ടി ഓറഞ്ച് കളർ ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു ഉണക്ക മുന്തിരി വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി ലഡു റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വളരെ ഇഷ്ടമാവുന്ന ഒരു ലഡുവാണ്. പിന്നെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു ഐറ്റം ആണല്ലോ ഈ റേഷനറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്